ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് അമ്മയുടെ ഒരു ചെറിയ ക്രാഫ്റ്റ് ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഓല വെച്ച് നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാം ഗൈസ്, ഒരു തോണി. അപ്പം നമുക്ക് ആ തോണി ഉണ്ടാക്കാനായിട്ട് പോയാലോ? അതിന് നമ്മൾ ഓലയുടെ ഈർക്കിലെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഓലയുടെ ഇത് മാത്രമേ ഇപ്പം ഇതിനകത്ത് കാണുന്നുള്ളൂ. അതുപോലെ അതിൻ്റെ ഈ തുമ്പും വെട്ടി അറ്റവും വെട്ടി എല്ലാം ഷേപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഓലകളിൽ നിന്ന് 6 ഓലകൾ നമ്മൾ എടുക്കുവാണ്. അതിനിങ്ങനെ നേരത്തെ നമുക്ക് വെക്കാം. അതിന്റെ ഇടയ്ക്ക് ഒരാൾ എന്റെ കാലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓടി കളിക്കുന്നേ. നമുക്കിനി ഇങ്ങനെ 6 എണ്ണം അടുക്കി വെച്ചിട്ട് കാണാം. അതിന്റെ ഇടയ്ക്ക് ലക്കിയുടെ ഓരോരോ ലീലാവിലാസങ്ങളാണ്. അവിടെ ഒരു ബാൻഡ് കിടപ്പുണ്ടായിരുന്നു, അത് കടിച്ചങ്ങ് വലിക്കുവാണ് ഗൈസ്. അതിൻ്റെയും കൊള്ളത്തിൽ എന്തായാലും. അപ്പൊ അവൾ അതങ്ങ് കയറി കടിച്ചു. പിന്നെ ഞങ്ങൾ മിണ്ടാൻ പോയില്ല. അപ്പോഴത്തേനും അമ്പാടി ഞാനെ കളിപ്പിക്കുമായിരുന്നു. കണ്ടോ, ഇതൊക്കെയാണ് ലക്കിയുടെ ലീലാവിലാസങ്ങള്. അങ്ങനെ നമ്മൾ 6 ഓലകളെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി കൈ ദേണ്ട് അമ്മ വെച്ചിരിക്കുന്ന രീതിയിൽ ആ ഓലകളിൽ ഇതായിട്ട് വെക്കണം. അതിനുശേഷം അതിൽ നിന്ന് ഇടയ്ക്ക് വന്ന് ഓരോ ഓല വിട്ട് എടുക്കുക. 3 ഓലകൾ കയ്യിലും 2 ഓലകൾ സാധാ രീതിയിലും. അതിനുശേഷം 3 സോറി തെറ്റിപ്പോയി ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓലക്കാല് വെക്കുക. അതിനുശേഷം അതിനെ നേരെയാക്കുക. അത് എല്ലാം കറക്റ്റ് ലെവലിൽ ആക്കി കൊടുക്കണേ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ലക്കിയുടെ ഒരു ലീലാവിലാസമാണ് ഗൈസ്. അപ്പം നമ്മൾ ആദ്യം വെച്ചതിൽ അടിയിലിരുന്ന ഓലകളെല്ലാം മണ്ടയ്ക്ക് വെക്കുക. മുകളിലിരുന്ന ഓലയെല്ലാം അതേപോലെ തന്നെ നിരത്തിരിക്കട്ടെ. പക്ഷെ ഒരു ഓലക്കാലും കൂടി അതിൻ്റെ അവിടേക്ക് വെക്കുക. ചേർത്ത് വെക്കണേ, ഗ്യാപ്പൊന്നും ഇടാൻ പാടില്ല. അതിനുശേഷം അതിനെ പിന്നെയും നേരെയാക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിൽ കിട്ടും. സിമ്പിൾ ട്രിക്കാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നമ്മൾ ആദ്യം മുകളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഓലകളെല്ലാം തിരിച്ചു കൊണ്ടുവരിക. മുമ്പിലെ എടുത്തതിനെല്ലാം അതേപോലെ തന്നെ നിലത്ത് വെക്കുക. ശേഷം വേറെ ഒരു ഓലക്കാലെടുത്ത് ഗ്യാപ്പ് ഇടാതെ ഫിൽ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുമ്പിലെ എടുത്ത ഓലക്കാലിനെ നിലത്ത് വെച്ച് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മയോട് വഴക്കുണ്ടാക്കുന്ന ലക്കിയാണ്. കണ്ട ഗൈസ്, അമ്മൂമ്മ കടന്ന് ശരിയാ. എന്റെ പൊന്നെ, കുറച്ചു മുമ്പ് കാണായിരുന്നു ഒരു കൈയൊക്കെ എടുത്ത് വെച്ചങ്ങ് ചാരി കിടക്കുമായിരുന്നു. ഗൈസ് കണ്ട ഗൈസ്, വാലും അവിടെ അങ്ങ് ഇരുന്ന് ഗൈസ്. അയ്യോ, ഇതേ പ്രൊസീജിയറിൽ തന്നെ 6 എണ്ണം നമ്മൾ വെക്കണം. നമുക്കിനി 6 എണ്ണം വെച്ചതിന് ശേഷം കാണാം. അതിനുശേഷം നമ്മൾ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്യുക. അതായത് ഇതിൻ്റെ ഇടയിലുള്ള വിടവ്, ചെറിയ വിടവിലൊക്കെ കാണുമല്ലോ, അതൊക്കെ ഫില്ല് ചെയ്യുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് കയ്യിലെടുക്കുക. അതിനുശേഷം നമ്മൾ നടുക്കെന്ന് പറഞ്ഞ് എടുക്കുക. അതിൻ്റെ സൈഡിലുള്ള 2 എണ്ണമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. മണ്ടയ്ക്കായി വെക്കുക. അപ്പുറത്തേലും അതേപോലെ തന്നെ മണ്ടയ്ക്കായിട്ട് വെക്കുക. നമ്മളിനി സ്റ്റാപ്ലെയർ അടിക്കുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്റ്റാപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റാപ്ലെയർ വെച്ച്. അതിന് ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് നടുക്കൂന്ന് ഒരെണ്ണം എടുക്കുക. അതിൻ്റെ മണ്ടക്കേക്ക് ബാക്കി എല്ലാത്തിനെയും നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക.
ഇതിനെയും അതേപോലെ തന്നെ സ്റ്റാപ്ലെയർ വെച്ച് സ്റ്റാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബോട്ടിൻ്റെ ഒന്നാമത്തെ ഘട്ടവും രണ്ടാമത്തെ ഘട്ടവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് പിന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ സ്റ്റാപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇതായിപ്പോവും. നമുക്കൊന്നുകൂടെ കറക്റ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യുക. അതായത് സെയിം പ്രൊസീജിയർ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. അതിന് നമുക്ക് സ്റ്റാപ്പ് ചെയ്യാം. അതിനപ്പുറത്തെ സൈഡും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കാണാം. നമ്മൾ അതിന് ശേഷം 2 സൈഡും സ്റ്റാപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ 4 സൈഡും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാത്തിൻ്റെയും ആ വാല് കാണാൻ തന്നെ ചന്തമാണ്. ഇനി നമ്മൾ അതിനെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റാപ്പിൾ ചെയ്തതിൻ്റെ മുകളിലായിട്ട് കണ്ടോ, ആ ഒരു സ്റ്റാപ്പ് ചെയ്തതിൻ്റെ പോർഷനെ ഒരു ഇച്ചിരി മുകളിലായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു വള്ളത്തിൻ്റെ ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ അതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കുക. ശേഷം അവിടെ ഒന്ന് സ്റ്റാപ്ലെയർ വെച്ച് അടിച്ചു കൊടുക്കാം. അതിനിടയ്ക്ക് നമ്മുടെ സ്റ്റാപ്ലെയർ തീർന്ന് ഗൈസ്. കാരണം ഞാൻ ഇച്ചിരി ഇട്ടുകൊണ്ടാണ് അമ്മയ്ക്ക് കൊടുത്തത്. ഞാൻ വിചാരിച്ച് ഇച്ചിരി 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളെന്ന്. ഇനി നമ്മൾ ഈ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഒരു വള്ളത്തിന്റെ ലുക്ക് ഉണ്ട് ഗൈസ്. നമുക്ക് ഇനി ഈ 2 സൈഡും ജോയിന്റ് ചെയ്യാം. ശേഷം സ്റ്റാപ്ലെയർ വെച്ച് അടിക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാപ്ലെയർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓല വെച്ചുണ്ടാക്കിയ വള്ളം റെഡിയായി ഗൈസ്. ഞങ്ങളുടെ നാട്ടിൽ എളുപ്പം വെള്ളം കയറിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വെള്ളത്തിൽ തന്നെ പോയി വെള്ളത്തിൽ തുഴഞ്ഞ് കടയിലൊക്കെ പോകാവുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഈ വെള്ളം ഉപകാരപ്പെടും ഗൈസ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുക, സിമ്പിളാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ഇടണേ. ടാറ്റാ.